യാക്കോബായക്കാരോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എങ്കിലും പറയുക, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ. അന്ത്യോഖ്യ മലങ്കര ബന്ധം നീണാൽ വാഴട്ടെ എന്നും അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോഖ്യയെ മറക്കില്ല എന്നും മുദ്രാവാക്യം വിളിക്കുകയും അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുകയും ചെയ്യുന്ന നിങ്ങൾ ദയവ് ചെയ്ത സിറിയക് ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയൊന്ന് വായിക്കണം. എന്നിട്ട് തീരുമാനിക്കുക, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 1934 ഭരണഘടന അംഗീകരിക്കണമോ വേണ്ടയോ എന്നത്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ്, അതായത് 2002 സൊസൈറ്റിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വത്തുക്കളിൽ അവകാശമുണ്ടാകുന്നത്? അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് വേറെ പള്ളി വെച്ച് മാറാൻ പാത്രിയാർക്കീസ് ബാവ അന്ന് ഉപദേശിച്ചത്. എന്നാൽ ശ്രേഷ്ഠൻ പറഞ്ഞതാണ് രസം. രേഖകളെല്ലാം കയ്യിലുള്ളതുകൊണ്ട് ഹസ്തരേഖയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നറിയില്ല. സുപ്രീം കോടതി പള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ മെത്രാൻ കക്ഷിക്ക് കൊടുക്കട്ടെ എന്നാണ്. വിവരമില്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സഖാപ്രഥമൻ പാത്രിയാർക്കീസും 1995 വിധിക്കു ശേഷം യോജിക്കാൻ കത്തെഴുതി. എന്നാൽ അതെല്ലാം ഒതുക്കി യാക്കോബായ വിശ്വാസി സമൂഹത്തെ ഈ പരുവത്തിലാക്കി. സിറിയക് ഓർത്തഡോക്സ് സഭയുടെ ആ ഭരണഘടനയിൽ കണ്ട മറ്റൊരു കാര്യം ആർട്ടിക്കിൾ 77 പറയുന്നത്, The Metropolitan starts a letter addressed to His Holiness the Patriarch with this expression, I kiss your right hand, and ends it with the expression, your spiritual son എന്നാണ്. ആയതുകൊണ്ട് ശ്രേഷ്ഠ കാത്തോലിക്ക തോമസ് പ്രഥമൻ ബാവ ഉൾപ്പെടെയുള്ളവർ എഴുതേണ്ട വാചകമാണത്. അതുപോലെ ശ്രേഷ്ഠ ബാവ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പാത്രിയാർക്കീസിന്റെ കുരിശ് മുത്തുകയും ചെയ്യുന്നു. എന്നാൽ പ്രമാദപരമായ 1970 ജൂൺ 27 203/70 നമ്പർ കൽപ്പനയിൽ പോലും പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ എഴുതിയിരിക്കുന്നത്, ബഹുമാനപൂർണനായ ഔഗേൻ പ്രഥമൻ പൗരസ്ത്യ കാത്തോലിക്കയായ നമ്മുടെ സഹോദരന്റെ ശ്രേഷ്ഠതയ്ക്ക്, സാഹോദരി ചുംബനത്തിനും ബഹുമാന്യനായ അങ്ങയുടെ ക്ഷേമാന്വേഷണത്തിനും ശേഷം പറയുന്നത് എന്തെന്നാൽ എന്നാണ്. ഇവിടെ സഹോദരൻ എന്ന് സംബോധന ചെയ്യുകയും അതിനുശേഷം സഹോദര ചുംബനവും നൽകിയിരിക്കുന്നു. സഖപ്രഥമൻ പാത്രിയാർക്കീസിൽ നിന്നുള്ള 1995 ആഗസ്റ്റ് 1 ഈ 175/1995 നമ്പർ കൽപ്പനയിൽ കർത്താവിൽ നമ്മുടെ പ്രിയ സഹോദരൻ പൗരസ്ത്യ കത്തോലിക്ക ബസേലിയോസ് പൗലോസ് ദ്വിതീയന ശ്ലൈഹികാശംസകളും അപ്പോസ്തലികാശീർവാദവും ഉണ്ടായിരിക്കട്ടെ എന്നും പറയുന്നു. അന്നൊന്നും പാത്രിയാർക്കീസിന്റെ കയ്യോ കുരിശോ ഒരു മെത്രാച്ചനോ കാത്തോലിക്കയോ മുത്തുന്നതായി കണ്ടിട്ടില്ല. അവർ അന്യോന്യം ആശ്ലേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 1998 ആയപ്പോഴേക്കും 95 സുപ്രീം കോടതിയിൽ തോറ്റു തുന്നം പാടിയെന്നുള്ളത് പാത്രിയാർക്കീസ് മനസ്സിലാക്കി. അങ്ങനെ ഇവരെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന് സിറിയാക്കാൻ മനസ്സിലാക്കുകയും പടിപടിയായി അടിമനുകം കഴുത്തിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സഹോദരനെ മകനാക്കി. ആയുസ്സിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യാക്കോബായക്കാരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ സഹികെട്ട അവസ്ഥയിലാണ് ശ്രേഷ്ഠ ബാവ അടിമനുകം പേർന്നതിനെ കുറിച്ച് കുണ്ഠിതപ്പെടുന്നതും അവസാനം ഗതിയില്ലാതെ പാത്രിയാർക്കീസിന് കത്തെഴുതിയതും. എന്ത് പ്രയോജനം? മെത്രാൻ കക്ഷികളോടുള്ള ഒടുങ്ങാത്ത പകയെ ഇടയ്ക്കിടയ്ക്ക് ഊതിക്കത്തിച്ച് വീണ്ടും വീണ്ടും കഴുതകളാക്കുന്നു.